ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് റെസിപ്പി ആയിട്ടല്ല, കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. പെട്ടെന്ന് തന്നെ കിച്ചൺ ജോലിയെല്ലാം തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണ് ടിപ്സ് എന്നുള്ളത്. ആദ്യത്തെ ടിപ്പ്, നമ്മൾ മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒരുമിച്ചാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മളത് ഫ്രീസറിൽ വെക്കും. അത് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇങ്ങനെ വേണം വെക്കാനായിട്ട്. അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഇതിട്ട് വയ്ക്കുക. എന്നിട്ട് അത് കവർ ചെയ്ത് വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക് ബോക്സോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഇത് ഫ്രീസറിലോട്ട് വയ്ക്കുക. തിരിച്ചെടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. വെറുതെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പ്, നമ്മൾ നെത്തോലി മീൻ വാങ്ങിക്കാറുണ്ട്. അത് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും അധികം മെനക്കെട് വരാറ്. എന്നാൽ ഇതുപോലെ ചെയ്താൽ ഈസിയായിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. അത് മാത്രമല്ല, അതിൻ്റെ ഉള്ളിലത്തെ മുള്ളും കൂടെ നമ്മൾക്ക് എടുത്തു കളയാം. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കത്തില്ല. ഇത് മുള്ളെടുത്ത് കളയുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കും കൂടെ ഒരുമിച്ചങ്ങ് പോവും. പിന്നെ അത് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി, നല്ല ക്ലീനായിട്ടിരിക്കും. ഞാനിവിടെ ചെയ്യുന്ന പോലെ വേണം മുള്ളെടുത്ത് കളയാനായിട്ട്. ആദ്യം അതിൻ്റെ 2 സൈഡിലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുഭാഗത്തിൽ കൂടെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായിട്ട് അങ്ങ് വരും. എന്നിട്ട് അതിൻ്റെ നടുവിലത്തെ മുള്ളും കൂടെ എടുത്ത് കളയുക. അതോടെ മീൻ ക്ലീനായി. ആ മുള്ളെടുക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അഴുക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോയിക്കോളും. ഞാനിവിടെ എപ്പോഴും ഇതുപോലെയാണ് ക്ലീൻ ചെയ്ത് വെക്കാറുള്ളത്. ഇത് നല്ല ഈസി ആയിട്ടൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ നടുവിലത്തെ അഴുക്ക് കളയാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു. അതിന് പകരം ഇതുപോലെ അങ്ങ് ചെയ്താൽ പെട്ടെന്ന് അങ്ങ് വൃത്തിയായി കിട്ടും. പിന്നെ ഇത് കറി വെക്കണമെങ്കിൽ കറി വയ്ക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ ഫ്രൈ ചെയ്യാം. എങ്ങനെയായാലും ഒരുപാട് കുത്തി ഇളക്കാതിരുന്നാൽ മതി. അതായത് കറി വയ്ക്കുമ്പോൾ നമ്മൾ ചുറ്റിച്ച് കൊടുക്കത്തേ ഉള്ളൂ, ഇളക്കത്തില്ല അധികം. അതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോകത്തില്ല. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും എല്ലാം പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അടുക്കി വെക്കണം. അല്ലെങ്കിൽ ഇതങ്ങ് കുഴഞ്ഞു പോവും. ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്കിത് പൊടിഞ്ഞു പോകാതെ ഇതേപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ എപ്പോഴെങ്കിലും കടല വെള്ളത്തിലിടാൻ മറന്നാലും നമ്മൾക്ക് ഈസി ആയിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കടല വെള്ളത്തിലിട്ടിട്ടില്ല, അല്ലാതെ തന്നെയാണിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പം ഞാനിതിവിടെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്ന പോലെ കുറച്ചധികം വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ നോർമൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 2-3 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 നുള്ള് ബേക്കിംഗ് സോഡയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് നോർമലി നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കറുത്ത കടലയാവുമ്പോൾ കുറച്ചധികം വേവ് വേണ്ടി വരും. വെളുത്ത കടലയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം ഞാനിതിവിടെ കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്കിതിൻ്റെ ഡിഫറൻസ് അറിയാം. ഇത് നല്ലപോലെ അങ്ങ് പൊങ്ങി വരും. ഇപ്പം കടല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ വിസിലിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇതൊന്ന് തുറന്ന് കാണിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾക്കിത് വിസിലിട്ട് കൊടുക്കാം. എന്നിട്ട് നോർമലി നമ്മൾ വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കാം. ലാസ്റ്റ് വിസിൽ വരുന്നതിന് മുന്നേ ആയിട്ട് നല്ലപോലെ തീ കുറച്ച് വയ്ക്കുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം കടലയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. വെളുത്ത കടലയാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. കറുത്ത കടലയാണെങ്കിൽ കുറച്ചധികം നേരം വെക്കേണ്ടി വരും. ഇങ്ങനെ കടല വേവിക്കുന്നത് കൊണ്ട് കടലയിൽ ഗ്യാസ് ഒന്നും വരത്തില്ല. അതായത് ചിലർക്ക് കടല കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, നെഞ്ചരിച്ചിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പം അങ്ങനെയൊന്നും വരത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ നോർമലി വേവിക്കുന്ന പോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കടല ഉപ്പേരിയോ കറിയോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ എപ്പോഴെങ്കിലും കടല വെള്ളത്തിലിടാൻ മറന്നാൽ, ഇപ്പോൾ രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കണം അങ്ങനെ വിചാരിച്ചു, എന്നിട്ട് കടല വെള്ളത്തിലിടാൻ മറന്നു, അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നന്നായിട്ട് വെന്ത് കിട്ടും. അടുത്ത ടിപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ്. വെളുത്തുള്ളി തൊലി കളയാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ നമ്മൾക്കൊക്കെ മടിയായിരിക്കും, എനിക്കൊക്കെ ഭയങ്കര മടിയാണ്. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതുപോലെ ഇതൊന്ന് അടർത്തി വെച്ചതിന് ശേഷം മൈക്രോവേവിൽ 20 സെക്കൻഡ് വെച്ചാൽ മതി.
പെട്ടെന്നങ്ങ് തൊലി പൊളിഞ്ഞു പോരും. 30 സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊടുമ്പോഴത്തേക്കും തൊലിയെല്ലാം അടർന്നു വീഴും. ചെറുതായിട്ടൊന്ന് വെന്ത പോലെയായിരിക്കും. അതുകൊണ്ട് 20 സെക്കൻഡ് വെക്കുകയായിരിക്കും നല്ലത്. ഞാനിവിടെ 20 സെക്കൻഡേ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല പോലെ തൊലിയെല്ലാം പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. നമ്മളിത് ചെറുതായിട്ടൊന്ന് പിടിക്കുമ്പോഴത്തേക്കും തൊലിയെല്ലാം ഇങ്ങ് അടർന്നു പോന്നോളും. ഈസി ആയിട്ട് നമ്മൾക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഞാനിവിടെ മിക്കപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ്. അതിനുശേഷം ഇതൊരു ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്നെടുത്ത് നമ്മൾക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിക്കിളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം നമ്മൾക്ക് കുറേ വെളുത്തുള്ളി ക്ലീൻ ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് നമ്മൾക്ക് ചെറിയ ഉള്ളി പെട്ടെന്ന് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. സവാളയായാലും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാം. അതിൻ്റെ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. 5-6 മിനിറ്റ് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ തൊലിയെല്ലാം പൊളിഞ്ഞു കിട്ടും. വെളുത്തുള്ളി ഈ മെത്തേഡിലും ക്ലീൻ ചെയ്യാം. എന്നാലും ഇതിനേക്കാളും ഫാസ്റ്റായിട്ട് വെളുത്തുള്ളി ക്ലീൻ ആവുന്നത് മൈക്രോവേവിൽ വെക്കുമ്പോഴാണ്. ഇനി നമ്മൾ ഉള്ളി ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാനാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. 5 മിനിറ്റിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം പൊളിഞ്ഞു കിട്ടും. അടുത്ത ടിപ്പ്, നമ്മൾ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കരുത്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾക്ക് അപ്പം തന്നെ അത് വെച്ച് കറികളുണ്ടാക്കാം, അല്ലെങ്കിൽ താളിക്കാൻ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് പപ്പടം വറക്കാനാണ്. കാരണം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണ നമ്മൾക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അതിനകത്തെ പൊടിയെല്ലാം അതിനകത്തോട്ട് വീഴും, എണ്ണയുടെ കളറെല്ലാം മാറും. അതുകൊണ്ട് പപ്പടം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം, നമ്മൾക്ക് കുറച്ച് എണ്ണ മതി ഫ്രൈ ചെയ്യാനായിട്ട്. പപ്പടം അല്ലെങ്കിൽ കുറച്ചധികം എണ്ണയിൽ വേണം ഇടാനായിട്ട്. ഇങ്ങനെയാവുമ്പോൾ കുറച്ച് എണ്ണയായാലും നമ്മൾക്ക് പപ്പടം ഫ്രൈ ചെയ്യാൻ പറ്റും. 2 ദിവസത്തേക്ക് ഒരുമിച്ച് നമ്മൾക്ക് പപ്പടം ഫ്രൈ ചെയ്ത് വെക്കാം. ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ പപ്പടം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. എണ്ണയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പം കുറച്ച് എണ്ണയെ ബാക്കിയുള്ളൂ. ഇനി ഇത് യൂസ് ചെയ്യരുത്. അടുത്ത ടിപ്പ്, മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനുള്ളതാണ്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നോർമലി നമ്മൾ പൊടിച്ചെടുക്കുന്ന പോലെ പൊടിച്ചെടുക്കുക. 1-2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ലപോലെ കൂടും. ഈ ഉപ്പ് ഇനി കറികൾക്ക് യൂസ് ചെയ്യേണ്ട. നെക്സ്റ്റ് ടൈം നമ്മൾക്ക് മിക്സിയുടെ മൂർച്ച കൂട്ടാൻ വീണ്ടും ഉപയോഗിക്കാം. ഇപ്പോൾ നോക്കിയാൽ അറിയാം മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച നല്ലപോലെ കൂടിയിട്ടുണ്ട്. അടുത്ത ടിപ്പ്, ബേ ലീഫ് നമ്മൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ്. ചെറുപയർ, പയർ, കടല ഇതിനകത്തൊക്കെ കറുത്ത കളറിലുള്ള പ്രാണി വരാതിരിക്കാൻ ഇത് 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നോർമലി നമ്മൾ ബോട്ടിൽ അടച്ചു വയ്ക്കുന്ന പോലെ അടച്ചു വയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും പ്രാണികൾ വരത്തില്ല. ഇനിയും ഒരുപാട് ടിപ്സ് ഉണ്ട്. എല്ലാം കൂടെ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യാൻ ഒക്കത്തില്ല, ഒരുപാട് ലെങ്തി ആയി പോവും. അതുകൊണ്ട് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്